നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി റിലേറ്റീവ്സിനെ എങ്ങനെ ജർമ്മനിക്ക് കൊണ്ടുവരുമെന്ന് എപ്പോഴും ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ ഈ പലരും. എത്ര നാൾ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് സ്പൗസിനെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും, സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ, ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ. ഹലോ, നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നാടിനെയും വീടിനെയും ഒക്കെ മിസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി റിലേറ്റീവ്സിനെ എങ്ങനെ ജർമ്മനിക്ക് കൊണ്ടുവരുമെന്ന് എപ്പോഴും ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ ഈ പലരും. അപ്പം നമ്മുടെ സ്പൗസസിനെയും നമ്മുടെ പേരൻസിനെയും നമ്മുടെ കുട്ടികളെയും എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗൂഗിളിൽ കിട്ടും നമുക്ക് എന്തൊക്കെ പേപ്പേഴ്സാണ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് രണ്ട് സൈഡിൽ നിന്നും വേണ്ടതെന്ന്. അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന സ്പൗസ് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വേണം എന്ന ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം എന്തൊക്കെ വേണം അതൊക്കെ ഇന്ത്യയിലുള്ള സ്പൗസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ജർമ്മനിയിലുള്ള സ്പൗസ് എന്തൊക്കെ വേണം, ജോലിയുടെ കോൺട്രാക്ട്, സാലറി സ്ലിപ്പ്, പിന്നെ വീടിന്റെ കോൺട്രാക്ട്, പിന്നെ മെൽഡേ മെഷൈനിങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യയിലുള്ള ജർമ്മൻ എംബസി പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം. അത് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ആ അപ്പോയിന്റ്മെന്റിന്റെ ദിവസം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാമായിട്ട് നമ്മൾ അവിടെ പോയി സബ്മിറ്റ് ചെയ്യാം. നമ്മൾ 2 സെറ്റ് ഡോക്യുമെന്റ്സ് ആണ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ഒരു സെറ്റ് ഡോക്യുമെന്റ്സ് നമ്മുടെ ഇന്ത്യൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ടും അടുത്ത സ്റ്റെപ്പ് ഡോക്യുമെന്റ്സ് ജർമ്മൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവരത് മേടിച്ചു വെക്കുന്നത്. അപ്പോൾ അതെല്ലാം കിട്ടിയതിന് ശേഷം ഇവിടെ നിൽക്കുന്ന ജർമ്മനിയിൽ നിൽക്കുന്ന സ്പൗസിന് ഒരു ലെറ്റർ വരും. ആ ലെറ്റർ വന്നു കഴിയുമ്പോൾ അതിനകത്തുണ്ടാവും ഇങ്ങനെ നിങ്ങളുടെ ഇത് സ്പൗസസ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് വരുന്നത്. ചിലവർക്ക് ജോബ് കോൺട്രാക്റ്റും പിന്നെ സാലറി സ്ലിപ്പും പിന്നെ അവരുടെ മീറ്റ് ഫെട്രാഗ് എന്ന് വെച്ചാൽ വീടിന്റെ കോൺട്രാക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ചിലവർക്ക് വേറെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ചോദിക്കുക. എല്ലാം നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പം അവർക്കത് അയച്ചു കൊടുക്കുക. ഇനി ഇൻകേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഇവിടെ ചോദിച്ചു കഴിഞ്ഞ് കഴിയും ഒട്ടും ഡിലേ ഇല്ലാണ്ട് അവരപ്പം തന്നെ റിപ്ലൈ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ പേഴ്സണൽ അനുഭവം അങ്ങനെയാണ്. ഇനി വേറെ ആർക്കെങ്കിലും ഒക്കെ വേറെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ആവശ്യത്തിന് ഹൗസ് ലാൻഡർ ബെഹോർഡയിൽ വിളിച്ചാലും അവരപ്പം തന്നെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ തരാറുണ്ട്. ഇവർ പറഞ്ഞേക്കുന്ന റിക്വയർഡ് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള സ്പൗസിനാണ് പിന്നെ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. അവർക്കാണ് വിസ വരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വിസ ഇന്റർവ്യൂവിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു പ്രോസസ്സായിട്ട് വരുന്നത്. ഇനിയാണ് പലവരുടെയും ക്വസ്റ്റ്യൻസ്. എത്ര നാൾ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് സ്പൗസിനെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും, പിന്നെ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ, ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ, അതുപോലെ ഇപ്പോൾ ഇൻ കേസ് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്പൗസസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് കൂടെ സ്വന്തം അച്ഛനെയോ അമ്മയോ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതെന്താണ്. ഇനിയാണ് കൂടുതൽ ഡൗട്ട്സ് വരുന്നത്. ആദ്യത്തെ കാര്യം, സ്പൗസസിൽ വരുന്ന സ്പൗസിന് ജോലി ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ജോലി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ സ്പൗസ്, ജർമ്മനിയിൽ നിൽക്കുന്ന സ്പൗസ് ഒരു ജോബ് കോൺട്രാക്റ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഇതുണ്ട്, ആ പേപ്പർ നോർമൽ പ്രോസസ്സിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഉറപ്പായിട്ടും കൂടെ വരുന്ന സ്പൗസിന് ജോലിക്ക് പോകാൻ പറ്റും. ഈ കൂടെ വരുന്ന സ്പൗസ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ടൈൽ സൈഡ് ജോബാണ് എന്ന് വെച്ചാൽ ഒരു പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ആ വിസയിൽ നിന്നതിന് ശേഷം നമുക്ക് ആ പാർട്ട് ടൈം ജോലി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അങ്ങനത്തെയൊക്കെ ഒരു വിസ കിട്ടിയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ 3 മാസത്തെ ആണെങ്കിലും 6 മാസത്തെ ആണെങ്കിലും നമ്മൾ ഈ വിസ ഇനി ഹൗസ് ലാൻഡർ ബെഹോർഡേ പോയിട്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യിച്ചാൽ പുതിയതായിട്ട് നമുക്ക് ഔഫൻദാസ്റ്റിറ്റൽ എന്ന് പറയുന്ന കാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്കിതിന് ജോലി ചെയ്യാൻ പറ്റും. ഈ വന്ന സ്പൗസിന് നോർമൽ ആയിട്ടുള്ളൊരു ഫോൾസ് ആയിട്ട് ജോലിയാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഒരു നോർമൽ ജോലിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ വിസ ജോബ് വിസയിലേക്ക് മാറും. ഫാമിലി റീയൂണിയൻ വിസ, ഈ വിസ വഴിയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, സ്പൗസിനെയും കുട്ടികളെയും. അപ്പോൾ ഇതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് ആഡിക്വേറ്റ് ലിവിങ് സ്പേസ് ആണ്. എന്ന് പറഞ്ഞാൽ 6 വയസ്സിന് മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 12 മീറ്റർ സ്ക്വയർ സ്പേസ് വേണം ജീവിക്കാനായിട്ട്. റിക്വയർമെന്റ് ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ 6 വയസ്സ് താഴെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ സ്ക്വയർ മതി. അതുപോലെ ഇപ്പം 2 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സ്പേസ് ഒന്നുമില്ല, ആ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. അപ്പം പറഞ്ഞു വരുന്നത് വെച്ചാൽ വലിയ വീടൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഇവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നില്ല. ഇത്രയും ഒരു സാഹചര്യം ലിവിങ് സ്പേസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ എണ്ണവും പ്രായവും കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും.
പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ഇവിടെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് വേണം നമ്മുടെ നാട്ടിൽ നമ്മൾ ആളുകളെ കൊണ്ടുവരാനായിട്ട്. അതുപോലെ വേണ്ടതാണ് നമുക്ക് ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം നോക്കാനുള്ളൊരു എന്ന് വെച്ചാൽ ഇവിടെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ ഗവൺമെന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫാമിലിനെ നോക്കിക്കൊണ്ട് പോകാൻ പറ്റും, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്പൗസിനെയും കുട്ടികളെയും ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുപോലെ വേണ്ട ഒരു കാര്യമാണ് നാട്ടിൽ നിൽക്കുന്ന സ്പൗസിന് A1 സർട്ടിഫിക്കറ്റ്, ലാംഗ്വേജ് A1 ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിൽ നിന്ന് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്പൗസുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുട്ടികളുമായിട്ട് നാട്ടിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പേരൻസിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. പേരൻസിനെ അങ്ങനെ കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് മാത്രമേ ഇപ്പം നിലവിലത്തെ നിയമം അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നാലും അവർക്ക് 90 ദിവസം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 90 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോയിട്ട് പിന്നെ അവർ വരേണ്ടി വരും. അല്ലാതെ ഇപ്പം നമ്മൾ ഹസ്ബൻഡിനെയും കുട്ടികളെയും നിർത്തുന്നത് പോലെ നമുക്ക് നമ്മുടെ പേരൻസിനെ നിർത്താനായിട്ട് നിലവിൽ നിയമമില്ല. പക്ഷെ ഭാവിയിൽ അത് മാറ്റം വരുത്തുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റും. ഇപ്പോൾ കാനഡയ്ക്കൊക്കെ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകളുണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ആരാണോ ഇവിടെ വന്നേക്കുന്നത് വെച്ചാൽ ജോലി കിട്ടി വരുന്ന ആളാരാണോ അയാൾ ഇവിടെ വന്നതിന് ശേഷം മിനിമം 3 മാസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലായിടത്തും തന്നെ മിനിമം 3 മാസത്തെ സാലറി സ്ലിപ്പാണ് ചോദിക്കുക. ഇപ്പോൾ ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് സ്പൗസസൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും മിനിമം 3 മാസത്തെ ഒരു സാലറി സ്ലിപ്പും കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 മാസം സമയം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫാമിലിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ പാരൻസ് വരുന്ന കാര്യം പറഞ്ഞല്ലോ, അവർക്ക് 3 മാസത്തേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ അതൊക്കെ പറയാൻ പോയാൽ ഭയങ്കര വലിയ കാര്യങ്ങളായിട്ട് പറയേണ്ടി വരും, വലിയ വീഡിയോ എടുക്കേണ്ടി വരും. അങ്ങനെ പല എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ എക്സെപ്ഷൻസ് ഇപ്പോൾ ഒരു ഭയങ്കര അസുഖം വന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പേരൻസിനെ കൊണ്ടുവന്ന് ഒരു പരിധിക്കുള്ളിൽ ഇവിടെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്പൗസ് വിസയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഉപകാരപ്രദമാവുന്നുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.